കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്നും വീണു മരിച്ച നിതിന്റെ മൃതദേഹം സ്വന്തം നാടായ ഉഴമരക്കലിലേക്ക് ഇന്ന് രാവിലെ 7 മണിയോടെ എത്തി. നെഞ്ചു പൊട്ടുന്ന കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. നിലവിളിച്ചുകൊണ്ട് സഹിക്കാൻ പോലും പറ്റാത്ത ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അലമുറയിട്ട് കരഞ്ഞ അമ്മയെയും അച്ഛനടക്കമുള്ള മറ്റു ബന്ധുക്കളെയും സമാധാനപ്പെടുത്താൻ ഒപ്പമുണ്ടായിരുന്നവർ നന്നേ പാടുപെട്ടു. എല്ലാവരും നിസ്സഹായരായി പോയി. കോഴിക്കോട് വെറ്റിനറി കോളേജിൽ ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥിന്റെ അമ്മ കൂടി നിതിന്റെ വീട്ടിലേക്ക് എത്തിയതോടെ വൈകാരിക നിമിഷങ്ങൾ. നിതിന്റെ മരണത്തിൽ ആരോപണം നേരിടുന്നവർ അധ്യാപകരായി തുടരാൻ യോഗ്യതയില്ലാത്തവരെന്നും അവർക്കെതിരെ കർശന നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ്. മുഖം നോക്കാതെ നടപടിയെടുക്കണം. ഇത്തരം ആളുകൾക്ക് അധ്യാപകരായി തുടരാൻ എന്ത് അവകാശമാണുള്ളത്? അവരാണോ അധ്യാപകര്? അവരാണോ അധ്യാപകര്? ജീവിതത്തിലെ കുട്ടികൾക്ക് മാതൃകയാകേണ്ട ആളുകളാണ്. എന്താണ് ഇവരുടെയൊക്കെ പശ്ചാത്തലം? ഇവരൊക്കെ എങ്ങനെയാണ് അധ്യാപകരായത്? നമുക്ക് അവിശ്വസനീയമായ കാര്യമാണ്. ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു ഒരാഗ്രഹം, പഠിച്ച് ഡോക്ടറാകണം. അതിനായി പോയതാണ് കണ്ണൂരേക്ക്. മടങ്ങിയെത്തിയത് നിശ്ചലനായി. ഇപ്പോൾ ഈ മണ്ണിൽ ഇവിടെ ഇങ്ങനെ നിതിൻ അന്തി ഉറങ്ങുകയാണ്. നെല്ലേമുരുകനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.